നമസ്കാരം, വെൽക്കം ടു ഹരിദാസ് റെസിപ്പീസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിലും ഇടയിലും ടേസ്റ്റോടും കൂടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ കോവയ്ക്ക ഉപ്പേരി തയ്യാറാക്കാം. ചൂടായി വന്ന പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികൾക്കും ഉപ്പേരികൾക്കും എല്ലാം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിത്തുടങ്ങിയാൽ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. കടുകും വറ്റൽമുളകും നല്ലപോലെ ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 25 ചുവന്നുള്ളി ചോപ്പ് ചെയ്തതും ഒരു 6 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയും മുളകും നമ്മൾ ഒന്നില്ലെങ്കിൽ ചോപ്പ് ചെയ്ത് ചേർക്കുക, അല്ലെങ്കിൽ ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിമുളകും നന്നായിട്ടൊന്ന് ഈ ഒരു കളറിൽ മൂത്ത് കിട്ടിയാൽ മതി. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് നാളികേരമാണ്. 1/2 മുറി നാളികേരം ചെറുകിയത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം കോവയ്ക്ക് എടുക്കുന്നോ അതനുസരിച്ചിട്ട് നാളികേരത്തിന്റെ അളവ് തീരുമാനിക്കാം കേട്ടോ. നാളികേരത്തിന്റെ ഈർപ്പൊക്കെ ഒന്ന് വലിഞ്ഞ് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരെ മാത്രം ഒന്ന് റോസ്റ്റ് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നാളികേരെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി ഈർപ്പൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 30 ചെറിയ കോവയ്ക്കകളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കോവയ്ക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി കോവയ്ക്കയിലോട്ട് ഒരു കൈപ്പിടി വെള്ളം തെളിച്ചു കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കോവയ്ക്കയിൽ അത്യാവശ്യം വെള്ളമുള്ളൊരു പച്ചക്കറിയാണ്, എന്നാൽ കൂടിയും അല്പം വെള്ളം തെളിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വീണ്ടും ഇതേ രീതിയിൽ ഒരു 5 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ടോട്ടല് ഒരു 10 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. കൂടുതൽ സമയം അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ കോവയ്ക്കയില വെള്ളം ഇറങ്ങിയിട്ട് ഉപ്പേരി കുഴഞ്ഞു പോകും. ഇനി നമ്മൾ വേവിക്കണത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നടുവിൽ ഇതേ രീതിയിൽ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് വേണം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ദാ നമ്മുടെ കോവയ്ക്ക് ഉപ്പേരി കളറൊക്കെ ചേഞ്ച് ആയി, കോവയ്ക്ക് നല്ലപോലെ ആവശ്യത്തിന് വാടി റെഡി ആയി വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, പാകത്തിന് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് അല്പം ഉപ്പ് കുറവുള്ളതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. ടോട്ടൽ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഉപ്പേരിയിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളതും ഇടലും ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ കോവയ്ക്ക ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളും ഈസി ആയിട്ടുള്ള ഈ നാടൻ കോവയ്ക്ക ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരും ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. See you next day. Thanks for watching.